ഹായ് ഹലോ നമസ്കാരം. പാത്തൂസ് ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മൾ പോണത് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് മതിലും റൂട്ടിലുള്ള കക്കന്തുരുത്തി എന്ന സ്ഥലത്തേക്ക് കേട്ടോ. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ചെറിയ പാർക്ക് ആൻഡ് ഫാം നഴ്സറി ആയിട്ടുള്ളൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ വലിയവർക്കായാലും കുട്ടികൾക്കായാലും എന്താ പറയുക, കുറച്ച് സമയം ഒന്ന് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് ഒരു കമൻറ്റ് കൂളായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയൊരു ഇടമാണ്. അതിൻ്റെ എൻട്രൻസ് വരുന്നതാണ്. രണ്ട് സൈഡിലും ഞാൻ പറഞ്ഞല്ലോ നേഴ്സറിയുടെ ഒരു ഇതുണ്ടെന്ന്, അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ രണ്ട് സൈഡിലും അവർ ചെറിയ എന്താ പറയുക മുളച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ ആ ഒരു വഴിയിൽ മൊത്തം കാണുന്നത് അതൊരു പ്രത്യേക ഭംഗി. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വഴിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇത് നേരെ ചെല്ലണത് രണ്ട് സൈഡിലൊക്കെ ആയിട്ടുള്ളൊരു വഴിയുണ്ട്. വഴിയിൽ ഒരു സൈഡിൽ കുട്ടികളുടെ പാർക്കാണ് വരുന്നത്. കുട്ടികളുടെ പാർക്കിൻ്റെ എൻട്രൻസ് പൊളിയാണ്. എന്താ പറയുക, കുറച്ച് കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് കല്ലുകൊണ്ട് ചെയ്ത് വെച്ച കോൺക്രീറ്റ് ആയിരിക്കും ചെയ്ത് വെച്ച ഒരു ഐറ്റംസ് ഉണ്ട് കണ്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടോ വലിയ പാർക്കിൽ. എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഇതുണ്ട്. പിന്നെ വേറൊരു ആനക്കുട്ടീനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ, അത് പൊളിയാണ്. ഇങ്ങനെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കുറച്ച് ചെടികൾ കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിലും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് അതിലുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു സ്ലൈഡിങ്ങുകൾ, അതേപോലെ ഊഞ്ഞാൽ, പിന്നെ ഇങ്ങനെ കറങ്ങണ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറച്ച് എന്താ പറയുക കുഞ്ഞു ഘടകങ്ങൾക്ക് ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ട്. അപ്പോൾ അവിടെ നമുക്ക് സിറ്റിംഗ് ഏരിയകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മക്കൾ സേഫായിരിക്കും. ഇപ്പോൾ അവർ കളിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണെത്താവുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇതിൻ്റെ വിഷ്വൽസ് എന്നൊക്കെ പറയണത്. പിന്നെയുള്ളത് ഞാനത് മൊത്തത്തിൽ പറഞ്ഞു പോവാണേ, ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുതിരസവാരി ഉണ്ട്, പിന്നെ അതേപോലെ ബോട്ടിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ട്രെയിന് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ ഈ ബോട്ടിങ്ങിന് എന്ന് പറയുന്നത് 4 പേർക്ക് 100 രൂപയാട്ടോ വരുന്നത്. ഒരു ബോട്ടിന് 100 രൂപ. അതിൽ 4 പേരാണ് വരുന്നത്. അത് ബോട്ടിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെഡൽ ബോട്ടിങ്ങാണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിന് ഒരാൾക്ക് 30 രൂപയാണ് വരുന്നത്. പിന്നെ കുതിരസവാരിക്ക് 100 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അത്യാവശ്യം ഒരു സ്പോട്ട് കവർ ചെയ്യുന്നുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോട്ടോ മാത്രം എടുക്കുകയാണെങ്കിൽ 50 രൂപയാണ് കണ്ടാട്ടോ ചാർജ് ചെയ്യുന്നത്. കുതിരസവാരിയുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഉള്ളത് കാർ ഓടിക്കാനുള്ളൊരു കുഞ്ഞിയ ടോയ് കാറുകളുണ്ടല്ലോ, അങ്ങനത്തെ ഇലക്ട്രിക്കിൻ്റെ ടൈപ്പ്. ആ കാർ ഓടിക്കുന്ന അത് 100 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് യന്ത്രൂഞ്ഞാൽ വരുന്നുണ്ട്. പിന്നെ വേറെ 2-3 സ്ലൈഡുകൾ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ വരുന്നുണ്ട്. പിന്നെ മൃഗങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒട്ടകം, അതേപോലെ എന്താ പറയുക കുതിരകൾ, അങ്ങനത്തെയൊക്കെ കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയ ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് അവരുടെ ക്യൂട്ട്നെസ്സിന് പറ്റിയ കുറച്ച് ഐറ്റംസ്. പിന്നെ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ റോഡ് സൈഡിൽ നിന്ന് കുറച്ചധികം ഉള്ളിലേക്ക് വരണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്യാൻറ്റീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിഷ്വൽ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഫോട്ടോഷൂട്ടുകൾക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ. നമുക്ക് ഒരു പീസ്ഫുള്ളായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ നഴ്സറി, അത് എൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ കിട്ടിയില്ല കേട്ടോ, അതെൻ്റെ മിസ്സായിപ്പോയി, സോറി. അപ്പോൾ അതിൻ്റെ കുറച്ച് നഴ്സറി ചെടികൾ കാര്യങ്ങൾ, ഫ്ലവറായിട്ടുള്ള ചെടികൾ, അല്ലാത്ത ചെടികൾ, അങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ. അതൊരു ഭാഗം അങ്ങനെ തന്നെ
നഴ്സറിക്ക് വേണ്ടി ഒരു ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ അവിടെ മെയിനായിട്ട് ഇത്രയൊക്കെയാണ് ഉള്ളത്. എന്തായാലും ഒരു ദിവസം പോയി കഴിഞ്ഞാൽ, ഒരു ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കുട്ടികളെയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു എൻജോയ്മെൻറ്റാവും, നമ്മളൊന്ന് റീഫ്രഷ് ആവാൻ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണേ. ഒരു 100 ആളെങ്കിലും തികയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വരുന്നത് ഒരാളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ്. ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടോവിനാച്ചായൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് വരുന്നത്. 24 hours ആ വീടിൻ്റെ ഗേറ്റ് തുറന്നിട്ട പോലെ കിടക്കത്തുള്ളൂ. അങ്ങനെ അതും കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. താങ്ക് യു സോ മച്ച്.